സൂത്രധാരൻ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറി. പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ സൂപ്പർ സ്റ്റാറായി തിളങ്ങിയ നടിയാണ് മീര ജാസ്മിൻ. കേരളത്തിലെ തിരുവല്ലയിലെ കുറ്റപ്പുഴ ഗ്രാമത്തിൽ ജോസഫിൻ്റെയും ഏലിയാമ്മയുടെയും മകളായാണ് മീര ജാസ്മിൻ ജനിച്ചത്. 5 മക്കളിൽ 4ാമതായിരുന്നു മീര. മീരയ്ക്ക് 2 സഹോദരിമാരുണ്ട്. ജിബി സാറ ജോസഫ്, ജെനി സൂസൻ ജോസഫ്. ജെനി സൂസൻ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ 2 സഹോദരന്മാരും. ലോഹിതദാസ് മലയാളത്തിന് പരിചയപ്പെടുത്തിയ നായികയ്ക്ക് മികച്ച അവസരങ്ങളായിരുന്നു പിന്നീട് ലഭിച്ചത്. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും അപ്രത്യക്ഷയായ താരം ശക്തമായി പിന്നീട് തിരിച്ചെത്തി. തിരിച്ചുവരവിൽ ഒരു പിടി നല്ല സിനിമകളുടെ ഭാഗമാവുകയാണ് മീര ഇപ്പോൾ. എലിസബത്താണ് മീരയുടെ ഏറ്റവും പുതിയ സിനിമ. പ്രായം 41-ലെത്തിയെങ്കിലും ഇന്നും മീരയ്ക്ക് 20കളുടെ ചെറുപ്പവും സൗന്ദര്യവുമാണ്. 2008-ൽ സംഗീത സംവിധായകനും മാൻഡലിൻ പ്ലെയറുമായ മാൻഡോലിൻ രാജേഷുമായുള്ള തൻ്റെ വിവാഹം ഉടനുണ്ടാകുമെന്ന് മീര ജാസ്മിൻ അറിയിച്ചിരുന്നു. എന്നാൽ 2014-ൽ ദുബായിലുള്ള എഞ്ചിനീയർ അനിൽ ജോൺ ടൈറ്റസിനെയാണ് താരം വിവാഹം ചെയ്തത്. മീരയുടെ ഭർത്താവ് നേരത്തെ വിവാഹം കഴിച്ചതാണെന്ന് ആരോപണം ഉയർന്നതിനെ തുടർന്ന് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു വിവാഹം. ഈയൊരാരോപണത്തിൽ വ്യക്തത വരാത്തതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നത് അക്കാലത്ത് വലിയ വാർത്തയും വിവാദവുമായിരുന്നു. മീരയും അനിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇരുവരും ഇപ്പോഴും വിവാഹബന്ധം തുടരുന്നുണ്ടോ അതോ വേർപിരിഞ്ഞുവോ എന്നതിൽ വ്യക്തതയില്ല. പരസ്പരം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുമില്ല. അനിലിനെ വിവാഹം ചെയ്ത ശേഷം മീര ദുബായിലേക്ക് ചേക്കേറിയിരുന്നു. സിനിമയിൽ തുടരാൻ മീരയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. 2 സിനിമകൾക്കു ശേഷം ഡോക്ടറാകാനായിരുന്നു താൻ ആഗ്രഹിച്ചതെന്നും സിനിമയിൽ നിന്ന് പോയത് അപ്രതീക്ഷിതം ആയിരുന്നുവെന്നും മീര തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖല ഇഷ്ടപ്പെട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പേരിൽ ഗോസിപ്പുകൾ വന്നു തുടങ്ങി. അപ്പോഴേക്കും ഈ മേഖല വെറുത്തുപോയി. ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ആത്മവിശ്വാസം എന്നിലേക്ക് വന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്.